കൊല്ലം ആര്യങ്കാവ് കുടുംബാരോഗ്യ കേന്ദ്രത്തിനുള്ളിൽ പാമ്പിനെ കണ്ടെത്തി. എല്ലായിടത്തും പാമ്പാണല്ലോ. കുട്ടികളുടെ കുത്തിവയ്പ് എടുക്കുന്ന സ്ഥലത്താണ് ഇന്ന് രാവിലെ ഉഗ്രവിഷമുള്ള അണലിയെ കണ്ടത്. തെന്മലയിൽ നിന്നുള്ള RRT ടീമെത്തിയാണ് പാമ്പിനെ പിടികൂടിയത്. ദിലീപ് ദേവസ്യ നമുക്കൊപ്പം ചേരുന്നു. ദിലീപ് ദേവസ്യ, കുഞ്ഞുങ്ങൾക്ക് സ്കൂളിലും രക്ഷയില്ല, കുത്തിവയ്പ് എടുക്കാൻ പോയാൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലും ഈ പാമ്പിനെ കൊണ്ട് രക്ഷയില്ലെന്നാണോ? സുജയ, പട പേടിച്ച് പന്തളത്ത് എത്തുമ്പോൾ പന്തം കുളത്തി പട എന്ന് പറഞ്ഞതുപോലെയാണ് ഇപ്പോൾ ഈ സംഭവമുള്ളത്. കൊല്ലം ആര്യങ്കാവിലാണ് കുട്ടികളുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൻ്റെ അകത്ത്, അത് കുത്തിവെപ്പെടുക്കുന്ന സ്ഥലത്ത് ഇന്ന് ഉഗ്രവിഷമുള്ള അണലിയെ കണ്ട്. ഇന്ന് രാവിലെയായിരുന്നു ഈ സംഭവം ഉണ്ടായത്. വലിയ തോതിൽ, അതായത് ജീവനക്കാരായിരുന്നു പാമ്പിനെ കണ്ട ഉടൻ തന്നെ അവിടെ ഒരു പരിഭ്രാന്തിയായി. ചെറിയ കുട്ടികളെയും കൊണ്ട് കുത്തിവെപ്പെടുക്കാൻ നിരവധി പേർ ആ സ്ഥലത്തെത്തിയിരുന്നു. ആ സമയത്താണ് ജീവനക്കാർ ഈ പാമ്പിനെ കണ്ട് ഉറക്കെ നിലവിളിച്ചത്. പിന്നീട് പുരുഷ ജീവനക്കാരെത്തി ഫോറസ്റ്റ് വിഭാഗത്തെ അറിയിക്കുകയും തെന്മലയിൽ നിന്ന് RRT സംഘമെത്തി ഈ പാമ്പിനെ പിടികൂടി കൊണ്ടുപോകുകയും ചെയ്തു. പക്ഷേ അവിടെ ഏകദേശം 1 മണിക്കൂറോളം പരിഭ്രാന്തി സൃഷ്ടിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. സുജയ, ഉഗ്രവിഷമുള്ള അണലിയാണ് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ എന്തായാലും കയറി പറ്റിയത്. ഈ പാമ്പിനെ കണ്ടെത്തിയതിനു ശേഷം അവിടെയൊക്കെ ചുറ്റുമൊന്ന് പരിശോധിക്കുകയൊക്കെ ചെയ്തു. ഈ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പ്രാഥമികാരോഗ്യ കേന്ദ്രമാണല്ലോ, അതിന്റെ ചുറ്റുപാടൊക്കെ എങ്ങനെയുണ്ട് ദിലീപ്? സുജയ, ഇത് കൊല്ലത്തിൻ്റെ തെക്കൻ മേഖലയാണ്. ഇവിടെ വനംപ്രദേശമാണ്, മലയോര മേഖലകളാണ് ഇവിടെ വനപ്രദേശം. മാത്രമല്ല ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൻ്റെ സമീപത്ത് തന്നെ മാലിന്യം കുന്നുകൂടിയിട്ടതായിട്ട് നാട്ടുകാർ പരാതിയും പറയുന്നുണ്ട്. അത്തരത്തിൽ ഈ വന മേഖലകളിലും അതോടൊപ്പം തന്നെ ഈ മാലിന്യം കൂട്ടിയിട്ട സ്ഥലങ്ങളിലും ഇത്തരത്തിൽ ഇഴജന്തുക്കളടക്കം വരാറുണ്ടെന്നാണ് ഈ നാട്ടുകാർ പറയുന്നത്. ഇന്ന് ഏറെ നേരം പരിഭ്രാന്തി സൃഷ്ടിച്ച് കുട്ടികളെയും കൊണ്ട് സ്ത്രീകളടക്കം നിരവധി പേരായിരുന്നു ഈ ആശുപത്രിയിൽ എത്തിക്കുന്നത്. ഈ സമയത്താണ് ആശുപത്രിക്കകത്ത് കുട്ടികളെ കിടത്തി കുത്തിവെപ്പെടുക്കുന്ന കട്ടിലിന് തൊട്ട് മൂലയ്ക്കായി നമുക്ക് കാണാം അവിടെ ആ സാധനങ്ങളെല്ലാം വെക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ ആ പാമ്പ് നിൽക്കുന്നതും അവിടെ വെച്ച് RRT സംഘം ആ പാമ്പിനെ പിടികൂടുന്നതും കാണാം. അതായത് കുട്ടികൾ അവിടെ ജീവനക്കാരാണെങ്കിലും കുട്ടികളാണെങ്കിലും അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ വലിയ അപകടകരമായ ഉഗ്രവിഷമുള്ള അണലിയെ കണ്ടത്. അണലിയെ പിടികൂടി കൊണ്ടുപോകുകയും ചെയ്തിട്ടുണ്ട്. സുജയ, ഓക്കെ, ദിലീപ് ദേവസ്യാണ് വിവരങ്ങൾ നൽകിയത്. നേരത്തെ നമ്മൾ കുട്ടികൾ പഠിക്കുന്ന ക്ലാസ് മുറിയിൽ പാമ്പിനെ കാണുന്നു. ഇപ്പോൾ കുട്ടികൾക്ക് കുത്തിവയ്പ് എടുക്കാൻ കൊണ്ടുവരുന്ന സ്ഥലത്ത് സാക്ഷാൽ അണലി കയറി ഇരിക്കുന്നു. സ്കൂളുകൾ ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്നു, ചുറ്റും കാട് പടരുന്നു. ഇതിനൊക്കെ ഒരു പരിഹാരം വേണ്ടേ? ഇതൊക്കെയൊന്ന് ശ്രദ്ധിക്കണം സർ.